ഹലോ, അതെ രാഹുലാണ്. ഡോക്യുമെൻറ്റ്സ് ഓക്കെ ഓക്കെ നോക്കാം. ഓക്കെ ശരി. ഓക്കെ. ഞാൻ രാഹുൽ, ഇത് ഹരികൃഷ്ണൻ. ഞങ്ങൾ പരിചയപ്പെട്ടത് +1 വെച്ചായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അവൻ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായി. എൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെ കൂടെ പ്രശ്നങ്ങളായി, എൻ്റെ സന്തോഷം അവൻ്റെ കൂടെ സന്തോഷമായി. +2 ശേഷം ഒരേ കോളേജ്, ഒരേ കോഴ്സ്, ഒരേ ക്ലാസ്, ഒരേ ബെഞ്ച്. അങ്ങനെ ഞങ്ങളുടെ കോളേജ് ഡേയ്സ് തുടങ്ങി. അപ്പോഴായിരുന്നു ഞങ്ങളുടെ ക്ലാസ്മേറ്റായ ടോണി വന്ന് സീനിയേഴ്സ് എല്ലാവരെയും പരിചയപ്പെടാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞത്. എല്ലാവരും പോയ പിന്നാലെ ഞങ്ങളും പോയി. പക്ഷെ അവിടെ കണ്ട കാഴ്ചകൾ, ഈശ്വര, അവർ എന്നെ പരിചയപ്പെടാൻ വിളിച്ചു.
അവിടെ ഒന്നും മിണ്ടാതെ പകച്ചു നിന്നിരുന്ന ഹരിയോട് അവർ ദേഷ്യപ്പെട്ടു. ഹരിയുടെ മുഖം ഇത്രയും വാടി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലായിരുന്നു. അവൻ ഈ ലോകത്തിലെങ്ങും ആയിരുന്നില്ല. ഭീതിയുടെ അഗാധതലങ്ങളിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുകയായിരുന്നു. അന്ന് ഹോസ്റ്റൽ റൂമിലെത്തിയിട്ടും അവൻ ആ ഭീതിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് എനിക്കൊരു കോൾ വന്നത്. അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, വേഗം വീട്ടിലേക്ക് ചെല്ലാനും. അത് ഹരിയോട് പറഞ്ഞപ്പോൾ അവൻ എന്നോടൊരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ: നീ എന്നെ തനിച്ചാക്കി പോവാണ്? അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നെനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ വിട്ടിറങ്ങി. പക്ഷെ അന്നവിടെ സംഭവിച്ചത് അപ്പോഴാണ് അൻസാർ മുറിയിലേക്ക് വന്ന് സീനിയേഴ്സ് ഹരിയെ ടെറസിലേക്ക് വിളിക്കുന്നുവെന്ന് പറഞ്ഞു.
ഹരിയുടെ ജീവിതം ജലത്തുലുയർന്നു വന്ന ഒരു കുമിള പോലെയായിരുന്നു. ആരുമില്ലാത്ത അമ്മയ്ക്ക് ആരാണ് കൂടെ? പക്ഷെ ഹരി, അവൻ മരിച്ചിട്ടില്ല. ഇപ്പോഴും അവൻ എൻ്റെ കൂടെയുണ്ട്, താങ്ങായി, തണലായി. റാഗിങ് എന്ന കൂരക്കൂരിട്ടിലേക്ക് ഹരി ഓടി മറഞ്ഞുപോയി. ഇനി ഒരിക്കലും ആ അമ്മയെ ഒരു നോക്ക് കാണാൻ അവൻ മടങ്ങി വരില്ല. റാഗിങ്ങിന്റെ പേരിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട 1000 ഹരികൃഷ്ണന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഈ ചിത്രം സമർപ്പിക്കും. കോളേജുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റും റാഗിങ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം വളരെ കർശനമായിട്ട് പാലിച്ചു വരികയാണ്. പ്രത്യേകിച്ച് കോളേജ് ഹോസ്പിറ്റലുകളിൽ, അതുപോലെ തന്നെ മറ്റ് പഠന കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും ഹോസ്റ്റലുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിന്നും വരുന്ന കുട്ടികൾക്ക് ആദ്യമായി വീട് വിട്ട് നിൽക്കുന്ന ഒരു ഹോം സിക്നസ് മറ്റും കൂടുതലാണ്. ആ സമയത്താണ് ചിലപ്പോൾ ഈ സീനിയേഴ്സിൻ്റെ റാഗിങ് ഇരയാകും. അതോടുകൂടി തന്നെ അതുവരെ മാതാപിതാക്കളെ വിട്ടു നിന്ന ആ ഒരു വിഷമത്തിൻ്റെ കൂടെ തന്നെ ഇത്തരം ഒരു റാഗിങ്ങിലൂടെ അവർ വിധേയരാകുമ്പോൾ അവരുടെ മാനസിക നില പോലും തയ്യാറാകുന്ന എന്നൊരു അവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിലവിൽ റാഗിങ്ങിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആൻറ്റി റാഗിങ് സെല്ല് എല്ലാ കോളേജുകളിലും ഉണ്ട്. അത് ഒരു കമ്മിറ്റിയാണ്. അത് പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ രേഖാമൂലം തന്നെ അടിയന്തരമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്യും, അതിൽ കേസെടുത്ത് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം പോലീസ് എല്ലാ ഇതിലും ആ ഒരു കർശനമായ ഇടപെടലുകളും അതുപോലെ തന്നെ മറ്റ് ബോധവൽക്കരണവും കോളേജുകളിൽ നടത്തുന്നുണ്ട്. റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ചെയ്യുന്ന ഒരു പീഡനമായിട്ട് കരുതിക്കൊണ്ട് ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ടാണ്. കൂടാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റാഗിങ്ങിന് ഇരയാകുന്ന കുട്ടികൾ ചിലപ്പോൾ എല്ലാവരും തന്നെ ഈ വിവരം മാതാപിതാക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അധ്യാപകരെയോ അറിയിച്ചു കൊള്ളണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ആ കോളേജിലെ ഈ പറയുന്ന അധ്യാപകരും അതുപോലെ തന്നെ അതിന് ബന്ധപ്പെട്ട ആൾക്കാരും. അപ്പം അവർ ശ്രദ്ധിക്കുകയും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് അതിനെതിരെ കർശനമായ നടപടി നമ്മൾ ചെയ്യുന്നുണ്ട്. റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആദ്യകാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ചില മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനും അതുപോലെ തന്നെ സമൂഹം മറ്റൊരു ഗ്രൂപ്പിനെ അഭിമുഖീകരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പം അവരെ ആ രീതിയിൽ പര്യാപ്തമാകുന്ന രീതിയിൽ ചില ഇതായിട്ടുള്ള മൈൻഡായിട്ടുള്ള ചില കാര്യങ്ങൾ വിളിച്ച് മറ്റ് ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പീഡനം എടുക്കുക, ഉറക്കാതെ ഹോസ്പിറ്റലിൽ അവിടെ ഇരുത്തുക, രാത്രി മുഴുവൻ വെള്ളത്തിൽ നിർത്തുക തുടങ്ങിയ ഒരുപാട് കാര്യം. അതൊക്കെ തീർത്തും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടി.